നമസ്കാരം. യൂട്യൂബിൽ കുറേയധികം AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു 95% ആളുകളും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിലും ഈ ഫീച്ചർ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് മൂന്നാമതായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഞാനിവിടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒഫീഷ്യൽ ചാനലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുകയാണ്. ഏകദേശം 9 മിനിറ്റിലധികം ഉള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. എനിക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര പ്രാവശ്യം കണ്ടാലും മനസ്സിലാകത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ഈസി ആയിട്ട് ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ എനിക്ക് സമ്മറൈസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന യൂട്യൂബിന്റെ ഫീച്ചറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയുടെയും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ബട്ടൺ അടുത്തായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, സമ്മറൈസ് ദ വീഡിയോ ഇൻ മലയാളം. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു ഇംഗ്ലീഷ് വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അത് ഈ രീതിയിൽ മലയാളത്തിൽ സമ്മറൈസ് ചെയ്യും. ഇനി ഇംഗ്ലീഷിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുക, ChatGPT-യിലേക്ക് പോവുക. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കി എന്താണ് കാര്യം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇതേ ടൂള് ക്രിയേറ്റേഴ്സിന് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തു. ഏകദേശം 2 മിനിറ്റുള്ള വീഡിയോ ആണ്. പിന്നെ ആസ്ക് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഗിവ് മീ ദ സ്ക്രിപ്റ്റ് ഓഫ് ദിസ് വീഡിയോ ഞാനിവിടെ കൊടുത്തു. അതായത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റായിട്ട് തന്നെ എനിക്ക് വേണം. അത് കിട്ടുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കി, ആ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലാണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്കൊരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇവിടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കോപ്പി ചെയ്ത് ChatGPT-യിലോ ജെമിനിയിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റിനെ റീറൈറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതായത് ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇതിലുള്ള ഐഡിയാസ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ChatGPT-യും ജെമിനിയും വേറൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പം നമുക്കതിൽ വീഡിയോ ചെയ്യാൻ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് നമ്മൾ റീറൈറ്റ് ചെയ്യണം, ഒറിജിനൽ കണ്ടന്റ് ആയിട്ട് പുതിയൊരു സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ കണ്ടന്റിന്റെ ഒരു ക്ഷാമം നമുക്ക് ഉണ്ടാകത്തില്ല. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന വീഡിയോയുടെ സ്ക്രിപ്റ്റ് എടുക്കുക, നേരെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ChatGPT വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ ഓരോ ദിവസവും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫീച്ചർ ഗുണം ചെയ്യും. ഇനി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എങ്ങനെ ഈ ഒരു ഫീച്ചറിനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ടൈം സ്റ്റാമ്പ് എഴുതണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പോകുന്ന പരിപാടിയാണ്. ഓരോ പോയിന്റും നമ്മൾ തപ്പിപ്പറക്കി അതിൽ ടൈം കൊടുത്തിട്ട് എന്താണ് കണ്ടന്റ് എന്നുള്ളത് നമ്മൾ എഴുതിയാണ് ഈ ടൈം സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. എന്നാൽ ഇനി നമുക്ക് ആസ്ക് സ്റ്റുഡിയോയിലൂടെ ടൈം സ്റ്റാമ്പ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റേഴ്സിലെ തന്നെ ഒരു വീഡിയോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ആസ്ക് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി അതിനുശേഷം ഗീവ് ടൈം സ്റ്റാമ്പ്സ് ഫോർ ദിസ് വീഡിയോ എന്ന് കൊടുത്തു. ആ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആ ഒരു വീഡിയോയിലെ ടൈം സ്റ്റാമ്പ് ഇതേപോലെ കിട്ടും. കറക്റ്റ് ടൈമിങ്ങും കണ്ടന്റ് എന്താണ് എന്നുള്ള കാര്യം തന്നെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെയുള്ള ടൈം സ്റ്റാമ്പ് തരും. ഞാനിത് എൻ്റെ ചാനലിലെ വീഡിയോയിലല്ല കാണിച്ചത്. ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോയിൽ ഇതേപോലെ ടൈം സ്റ്റാമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ടൈം സ്റ്റാമ്പ് എടുക്കുക. ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സ്റ്റാമ്പിൻ്റെ ആ ഒരു അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം സ്റ്റാമ്പ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അത് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പം നിങ്ങൾ എത്ര പേര് യൂട്യൂബിൻ്റെ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. നീ യൂസ് ചെയ്തിട്ടേ ഇല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നോ എന്ന് മറക്കാതെ കമന്റ് ചെയ്യും. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.